ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ ഞാൻ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വാഭാവികമായിട്ടും ബ്രിട്ടാസിനോട് സംസാരിക്കാനല്ലോ. ചെറിയാൻ ഫിലിപ്പ് എൻ്റെ ദീർഘകാലമായിട്ടുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇവിടെ KSUവിൻ്റെ സെക്രട്ടറിയായിട്ട് എന്നോടൊപ്പം നിന്നിട്ടുള്ള ഞാൻ KSU പ്രസിഡൻ്റായിരിക്കുമ്പോൾ. അപ്പോൾ ആ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയാൻ ഫിലിപ്പിനോട് സംസാരിച്ചിട്ടുണ്ടാകും. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞു. ഞാനിതിനകത്ത് വിശദാംശങ്ങളിലേക്ക് പോയി തർക്കിച്ച് ആര് മിടുക്കൻ ആര് മോശം എന്ന് വരുത്താൻ ശ്രമിക്കുന്നതേയില്ല. യാഥാർത്ഥ്യം പക്ഷേ യാഥാർത്ഥ്യമായിട്ട് നിൽക്കും. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? അവിടെ ഇരിക്കുന്ന അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്ന് തന്നെയല്ലേ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണ് അതിൻ്റെ കണ്ടൻസ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. കണ്ടൻസ് ഈ സംസാരത്തിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ ചാർട്ട് ഓഫ് ഡിമാൻഡ് തന്നിരുന്നു. ആ ചാർട്ട് ഓഫ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാ നടപടികളിലേക്കും പോയി. പക്ഷേ അതൊന്നും കരുതാതെയല്ലേ അവർ സമരത്തിനുള്ള ആളുകളെ എല്ലാവരെയും കൊണ്ടുവന്നത്. കേരളം ഒട്ടുകൊള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഇറക്കി തിരുവനന്തപുരത്തെ ചുരുങ്ങിയ സൗകര്യത്തിൻ്റെ മധ്യത്തിലെ വലിയൊരു വമ്പൻ സമരം നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിട്ടത്. ആ പദ്ധതിയിട്ട് അവരാളുകളെ കൊണ്ടുവന്നു. നന്നായിട്ട് ആളുകളുടെ, പക്ഷേ ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കണ്ടീഷൻ സെക്രട്ടേറിയറ്റ് ഒരു ഗേറ്റ് തുറന്നേ മതിയാവും. അതൊരു കാലത്തും അടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. കണ്ടോൺമെൻറ്റ് ഗേറ്റ് പുന്നൻ റോഡിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ടോൺമെൻറ്റ് ഗേറ്റ് തുറന്നിടും. ബാക്കി സമരം ചെയ്യണമെന്നുള്ള ആളുകൾക്ക് ബാക്കി ഗേറ്റുകളിൽ അവർക്ക് ചെയ്യാം. നോർത്ത് ഗേറ്റ് ഉണ്ട്, സൗത്ത് ഗേറ്റ് ഉണ്ട്, YMCAയുടെ പടിക്കുള്ള ഗേറ്റ് ഉണ്ട്. അവിടെയൊക്കെ സമരം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ റെഗുലറായിട്ട് മന്ത്രിമാർ, സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അവരെല്ലാം വന്നു പോകുന്ന ഒരേ ഒരു ഗേറ്റ്, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരു കാര്യം ചോദിക്കട്ടെ, അതിൽ ഇന്നലെ തന്നെ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നത് VS അച്യുതാനന്ദൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ ഒരു സമരം തന്നെ ഉണ്ടായത്. സമരം തുടങ്ങുന്ന മുമ്പ് തന്നെ അത് അവസാനിപ്പിക്കാൻ CPMലെ മറ്റ് പ്രമുഖ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹപ്രകാരമുള്ള ഡിമാൻഡ് ചാർട്ടിൽ അത്തരം ഒരു ആഗ്രഹം പ്രകടമായിരുന്നു. അത് കണ്ടൊരാളാണല്ലോ. ഇല്ല, ഇത് രണ്ട് ഭാഗത്താണ്. ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മറ്റൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാകാം. ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ അവർ നീങ്ങിയിട്ടുണ്ടാകും. അതൊന്നും എനിക്കറിയില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നതും ശരിയല്ല. അത് അവരുടെ പാർട്ടി എന്നുള്ള നിലയിൽ അവരെടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനത്തെ സ്വാധീനിച്ചത് ആരാണ് എന്നുള്ളത് ആ പാർട്ടിയിൽപ്പെട്ടവരാണ്. CPM അണികളോടൊരു മറുപടി പറയണമെന്ന് തന്നെയാണോ? അങ്ങനെയാണോ? എങ്ങനെ? CPM അവരുടെ അണികളോട് മറുപടി പറയണമെന്നാണോ? സ്വാഭാവികമായിട്ടും CPM അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ. അവർ CPM ആളുകൾ അത് വിശദീകരിക്കേണ്ടി വരും. അവർ യഥാർത്ഥത്തിൽ വലിയ മുന്നൊരുക്കൽ നടത്തി അവസാനം വന്നിട്ട് അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. അതിൻ്റെ കാരണം എന്താ? മുന്നൊരുക്കം വലുതായി നടത്തിയെങ്കിലും ദീർഘകാലം നിൽക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അവിടെ വന്നെത്തുന്ന എത്രയോ ആളുകൾ അവർക്കെല്ലാവർക്കും കൂടി എന്തെങ്കിലും സൗകര്യമുണ്ടോ? അപ്പോൾ അസൗകര്യങ്ങളുടെ മധ്യത്തിലാണ് സത്യം പറഞ്ഞാൽ ആ സമരം തുടരാൻ അവർ തീരുമാനിച്ചത്. എനിക്കതിനെക്കുറിച്ച് അഭിപ്രായമില്ല. കാരണം അത് സമരം നടത്തേണ്ട ആളുകളും അവരുടെ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്, അവരുടെ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. ഞങ്ങൾക്കൊരു ഭാഗമുണ്ട്. ഞങ്ങളുടെ ഭാഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രമുഖ ഡിമാൻഡ്. ഇംപോസിബിൾ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിനുശേഷം അവർ ചാർട്ട് ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. നമുക്കെന്താ ബുദ്ധിമുട്ട്? നമ്മൾ ആലോചിക്കില്ല എന്ന് പറയാമോ? കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അവരെല്ലാവരും കൂടി ചേർന്ന ആ ഒരു മുന്നണി ഒരു സമരം നടത്തി ഒരു ചാർട്ട് ഓഫ് ഡിമാൻഡ് തന്നാൽ ആ ഡിമാൻഡിനെക്കുറിച്ച് ആലോചിക്കും. അതിനുശേഷം മിച്ചഭൂമി സമരം എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി ഒരു സമരം നടത്തിയല്ലോ. ആ സമരം സത്യം പറഞ്ഞാൽ ഒരാലോചന വേണമെന്ന് എന്നോട് തന്നെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞു. അത് ആ സമരം തീർന്നില്ലേ? അപ്പം സമരം ആരംഭിക്കും. സമരം ആരുമായിട്ടുള്ള ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ എന്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെയ്തതെന്ന് ആലോചിച്ചോ? ഞങ്ങൾ എന്തുദ്ദേശിച്ചോ ഒക്കെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ അവർ ഡിമാൻഡൊക്കെ അവരുടേതാണ്, സമരം അവരുടേതാണ്. പക്ഷേ ഒരു മുന്നണി എന്നുള്ള നിലയിൽ, UDF എന്നുള്ള നിലയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിൽ തന്നെ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള കർമ്മ
പക്ഷെ അവരൊരു പ്രതിസന്ധിയിലായപ്പോൾ സർക്കാർ സഹായിച്ചില്ലേ? ഫലത്തിൽ അങ്ങനെയല്ലേ ആ സമരം ഒത്തുതീർന്നത്? അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? അല്ലല്ലല്ല, അവർ പ്രതിസന്ധിയിലായി എന്നുള്ളത് സമ്മതിച്ചല്ലോ. പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ല. നടന്നു എന്ന് പറയുന്നുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? എനിക്കതിനകത്തൊന്നും പങ്കാളിത്തമില്ല. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ നമ്മളുടെ നന്ദകുമാർ പറയുന്നതാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കേട്ടത്. അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെപ്പോലൊരു മുഖ്യമന്ത്രി അല്ലാതെ ആ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തിൻ മജോറിറ്റിയല്ലേ ഉള്ളൂ, ചെറിയ മജോറിറ്റി. 2 പേര് അവിടെ അച്യുതാനന്ദൻ തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, 2 പേര് ടോയ്ലറ്റിൽ പോയ ഈ സർക്കാർ വീഴും എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സർക്കാരിനെ 5 കൊല്ലക്കാലം നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു നല്ല വാക്ക് എല്ലാവരും പറയേണ്ടതല്ലേ? അതല്ലേ സത്യം? അല്ലല്ലല്ലല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ആ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് മാറ്റണം എന്ന് മാണി സാർ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ആലോചിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണശേഷം വന്ന കാര്യങ്ങളാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടി, ആ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഒന്നും കൂടി ചോദിക്കുകയാണ്. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇതിനൊരു കണക്ഷൻ പറയുന്നത്, ആരോപണങ്ങൾ ഉയരുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പോലെ CPM-ന്റെ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ചിലരെയെങ്കിലും രക്ഷിക്കാൻ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് കഴിഞ്ഞു എന്ന് കരുതിയാൽ അതിനെ വിമർശിക്കാനാകുമോ? ഒട്ടും സത്യമില്ല, 100% പൊളി വർത്താനാണത്. അതിനകത്തൊന്നും ഒരു സത്യമില്ല. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി. TP ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. അവിടെ അതൊരു കൊലക്കേസാണ്. ആ ഒരു കൊലക്കേസുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു അജിറ്റേഷനെ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമോ? രണ്ടും രണ്ടാണ്. അത് അജിറ്റേഷൻ നടത്താൻ അവർക്കൊരു റൈറ്റ് ഉണ്ട്, അവർക്ക് നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതിനെക്കുറിച്ച് തർക്കമില്ല. പക്ഷേ ഒരു കൊലക്കേസ് തേച്ചു മാച്ച് കളയുന്നതിന് വേണ്ടി നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഭരണഘടന പിച്ചു ചിന്തുന്നതിന് തുല്യമാണ്. ഞങ്ങളത് സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. കാരണം ആ കേസിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ശിക്ഷിച്ചല്ലോ, കോടതി ശിക്ഷിച്ചല്ലോ. അപ്പീൽ അവർ പോയല്ലോ. അപ്പീൽ കോടതി എന്തായി? താഴത്തെ കോടതി വിട്ടവരെ കൂടി അപ്പീൽ കോടതി ശിക്ഷിച്ചു. അപ്പം ഞങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത്, ഒരു സ്വാധീനത്തിനും വഴങ്ങാതെയാണ് ആ കേസ് കൊണ്ടുപോയത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യം മനസ്സിലാകും. കേരളത്തിലെ ക്രിമിനൽ ഹിസ്റ്ററിയിൽ യഥാർത്ഥത്തിൽ റെക്കോർഡാണത്. ഈ കേരള കോൺഗ്രസിൻ്റെ ഇപ്പം വീക്ഷണം ഒരു ലേഖനം കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു. ഇപ്പോൾ അതിനെതിരെ പ്രതിച്ഛായ എഴുതിയിരിക്കുന്നു. ഈ കപ്പൽ മുങ്ങിച്ചാകാൻ പോകുന്നൊരു കപ്പലിൽ നിന്നും ജീവനക്കാർ, ലൈഫ് ബോട്ട് പ്രതീക്ഷിക്കുന്ന ജീവനക്കാർ നടത്തുന്ന ചില പ്രതികരണങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാഭിമാനമുള്ള ആരെങ്കിലും UDF-ൽ പോകുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ആർക്കാണ് ആത്മാഭിമാനം കുറവ്? നമുക്ക് ലേറ്റ് ആൻഡ് സീ. പൊളിറ്റിക്സ് അല്ലേ, ഒരു ദിവസം കൊണ്ടൊന്നും മാറുകയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ലേറ്റസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വരാൻ സാധ്യതയുണ്ട്. ഇപ്പം അതൊന്നും പറയുന്നത് അപ്രസക്തമാണ്. ഇപ്പോൾ എല്ലാവരും വോട്ടെല്ലാം പെട്ടിക്കകത്തിരിക്കുകയാണ്. ആ വോട്ട് എണ്ണിയതിന് ശേഷമാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത്. അവരുടെ തൃപ്തി അവരുടെ മാനസികാവസ്ഥയാണ്. അതവരെ തൃപ്തിയാണെങ്കിൽ അവരെ തൃപ്തിയായിട്ട് പൊയ്ക്കോട്ടെ, നമുക്കതിനൊന്നും വിരോധമില്ല. പക്ഷേ ജനങ്ങൾക്ക് തൃപ്തിയുണ്ടോ എന്നുള്ളത് വോട്ടെണ്ണുമ്പോൾ അറിയാം. ഈ മാനസികാവസ്ഥ മാറും അവരുടെ? അല്ല, അതറിയില്ല, അത് അവരാ പറയേണ്ടത്. ഞാൻ പറയുന്നത് ഘടകകക്ഷികളെന്നും പരിഗണിച്ചിട്ടുള്ളത് UDF ആണെന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞത്. അത് എത്രത്തോളം ശരിയാണ്? അത് 100% ശരിയല്ലേ? അതൊക്കെ കറക്റ്റാണ്. ഘടകകക്ഷികൾക്ക് എല്ലാം, ഏത് ഘടകകക്ഷിക്ക് അവരുടെ ഒരു ഡിമാൻഡ് അംഗീകരിച്ചില്ല എന്ന് പറയുന്ന ഒരു ആവലാതി മൈനറായിട്ടുള്ള വല്ലതും വന്നിട്ടുണ്ടാകാമെന്നുള്ളതല്ലാതെ മേജറായിട്ടുള്ള എല്ലാ. ഇതിൻ്റെ സോളാർ വെളിപ്പെടുത്തലിന് ശേഷം ഉണ്ടായ വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.